നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്ന മുരിങ്ങയിലയും നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും വെച്ച് ഒരു ചെറിയ കഷ്ണം ബട്ടറും എടുത്ത് നമുക്കൊരു സൂപ്പ് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും മുരിങ്ങയില സൂപ്പിലേക്ക് സ്വാഗതം. മുരിങ്ങയില സൂപ്പിന് വേണ്ടിയിട്ട് 2 പിടി മുരിങ്ങയില എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 ചെറിയ ചുവന്നുള്ളി മുറിച്ചെടുത്തത്, പിന്നെ 4-5 വെളുത്തുള്ളി മുറിച്ചെടുത്തത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 2 അല്ലി വെളുത്തുള്ളി. ഇനി നമ്മളൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം വെളുത്തുള്ളിയും ചെറിയുള്ളിയും മഞ്ഞളും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 പിടി മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു നേരത്തേക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഡബിൾ ആക്കി എടുത്താൽ മതി. ഇനി ഇല നന്നായിട്ട് വേവിച്ചെടുക്കാം. മുരിങ്ങയില തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ മുരിങ്ങൻ്റെ ഇലക്കറിയൊക്കെ വെക്കുമ്പോൾ ഒരു വേവായി വരാൻ സമയം എടുക്കുമല്ലോ, അത്രയും സമയം മതി. അതേ വേവ് മതി ഇവിടെയും. ഇതിപ്പോൾ ഇവിടെ വേവായി കഴിഞ്ഞു. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. തണുത്ത് വരുമ്പോഴേക്കും കുരുമുളക്, ജീരകം, 2 അല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ ഞാനൊരു മിക്സി ജാറിലാണ് പൊടിച്ചെടുത്തത്. നിങ്ങളുടെ കയ്യിൽ പൊടിച്ചെടുക്കുന്ന ചെറിയ കല്ലുണ്ടെങ്കിൽ അതിനകത്ത് പൊടിച്ചെടുത്താലും മതി. ആദ്യം ജീരകം കുത്തി ചതച്ചെടുക്കണം, പിന്നെ കുരുമുളക് ചതക്കണം, പിന്നെ വെളുത്തുള്ളി ചതച്ചാൽ മതി. ജീരകവും കുരുമുളകും ഒക്കെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുരിങ്ങയില നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബ്ലെൻഡറിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്, നന്നാക്കി ജ്യൂസാക്കി എടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ആ വേവിച്ച പാത്രത്തിൽ തന്നെ ചൂടോടെ തന്നെ അരച്ചെടുക്കാം. ഇങ്ങനെ മിക്സിയിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. മുരിങ്ങയില നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. ഈ പാത്രത്തിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ജീരകവും കുരുമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. നമ്മൾ ലാസ്റ്റ് ഒഴിച്ച ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ സൂപ്പിന്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു സൂപ്പ് ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കും. ഈ ബട്ടർ സൂപ്പിൻ്റെ ചൂടിൽ തന്നെ ഉരുകി വന്നോളും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഓരോ സിപ്പ് കഴിച്ചാൽ മതി. ഇത് കഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ചേർത്ത ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ലൊരു രുചി, ഈ ബട്ടറിൻ്റെ ഒരു മണമൊക്കെ ആയിട്ട് അടിപൊളിയാണ് കഴിക്കാൻ. LCHF പലരും പറഞ്ഞു കേൾക്കാറുണ്ട് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. അങ്ങനെയുള്ളവർ ഈ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഒറ്റ സൂപ്പ് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ പ്രശ്നത്തിന് പരിഹാരമാകും. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മുരിങ്ങയില സൂപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇപ്പം എല്ലാവർക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് ജ്യൂസ് അവൈലബിൾ ആവണമെന്നില്ല. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വളരെ ചെറിയ ഫ്രൂട്ട്സാണ് LCHF അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല.
പിന്നെ സൂപ്പുകൾ തയ്യാറാക്കി കഴിച്ചാൽ മതി. നല്ല ഫാറ്റ് കിട്ടാൻ നല്ലൊരു മാർഗ്ഗമാണ് സൂപ്പ്. അത് മീറ്റ് സൂപ്പോ ഫിഷിൻ്റെ സൂപ്പോ അല്ലെങ്കിൽ ഇതുപോലെ മുരിങ്ങയില സൂപ്പൊക്കെ ആവാം. ഞാൻ മുന്നേ 2 തരം മീറ്റ് സൂപ്പ് ചെയ്തിരുന്നു. ഒരു അറബിക് മീറ്റ് സൂപ്പും പിന്നെ ഒരു നാടൻ മട്ടൻ സൂപ്പും പിന്നെ ഒരു ചെമ്മീൻ സൂപ്പ്. അപ്പോൾ അതിനോടുകൂടി നിങ്ങൾക്ക് മുരിങ്ങയില സൂപ്പും ട്രൈ ചെയ്ത് നോക്കാം. മുരിങ്ങയിലൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ തൊടികളിൽ സാധാരണയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി.